അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരെ കയറി. എന്നിട്ട് വല്ല ഫലം ഉണ്ടായോ? അതുമില്ല. ഇതൊന്നും എന്താ ശാരദാമ്മ ശാലിനിയോട് പറയാത്തത്? പറഞ്ഞാലത്തെ പുകില് നിനക്ക് അറിയില്ല ശാന്തേ. അവള് നേരെ രാജേശ്വരി അടുത്തേക്ക് കയറി ചെല്ലും. അതൊരു വലിയ ബഹളമായ രാജേശ്വരിയും ഗോപാലേട്ടനും വെറുതെ ഇരിക്കുവോ? ഗോപാലേട്ടന്റെ പേരിലായി ഈ ഭൂമി. ഇവിടുന്ന് പിടിച്ചിറക്കി വിടും നമ്മളെ തെരുവിലോട്ട്. കെട്ടുപ്രായമായ ഈ 3 പെൺമക്കളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവും ശാന്തേ? നീ തന്നെ പറ. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടി വയ്യ. ഈ കുടുംബശ്രീ ഉള്ളതുകൊണ്ടാ എന്റെ രാജിയുടെ ഒക്കെ വീട്ടിൽ അടുപ്പ് പുകയുന്നത്. ഇതും കൂടെ നഷ്ടമായ പിന്നെ ജീവിതം നരകമാണ്. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ മോന്റെ കാര്യം അങ്ങ് മറക്കാം. അവനെ ഇനി അടുത്ത വർഷം ചേർക്കാം സ്കൂളില്. 1ലായതല്ലേ ഉള്ളൂ, സാരമില്ല. അല്ല, അപ്പോ മോന്റെ 1 വർഷം പോവൂലേ? വീട്ടിലിരുത്തിയും പഠിപ്പിക്കാലോ ശാരദാമ്മേ. എനിക്കറിയാവുന്ന 4 അക്ഷരം പറഞ്ഞു കൊടുക്കാം, അത് മതി. അതുപോരാ. ഇതെവിടുന്ന ഈ സാരി? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആ, നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിൽ വരുന്ന ഒരാള് അമ്മയ്ക്ക് സമ്മാനമായി കൊടുത്തതാ. സമ്മാനം? എന്തിന്? ആ, അയാൾ ഏതോ കല്യാണത്തിന് ആർക്കോ കൊടുക്കാൻ വെച്ചിരുന്ന ഗിഫ്റ്റാ. അമ്മയെ കണ്ടപ്പോ അന്നം തരുന്നയാൾക്ക് അന്നം കഴിക്കുന്ന ഒരാളുടെ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇത് കൊടുത്തു. അത്ര തന്നെ. അല്ല, ആ സാരി എവിടെ? ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. അത് ആ സാരി ഡാമേജ് ആയിരുന്നു അമ്മേ. അതുകൊണ്ട് അത് കടയിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഡാമേജോ? അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നമ്മേ. അത് വിടർത്തി വിശദമായിട്ട് നോക്കിയപ്പോഴാ കുറച്ച് നൂലുകളൊക്കെ പൊട്ടിപ്പോയത് കണ്ടത്. കഷ്ടമായല്ലോ. ഞാനത് സുസ്മിതയ്ക്ക് കൊടുക്കാൻ പ്രത്യേകം ഇഷ്ടപ്പെട്ട് മാറ്റി വെച്ചിരുന്നതാ. കണ്ടില്ലേ അമ്മേ, ഇതാ ഞാൻ പറഞ്ഞത്, ഒരു ഭാഗ്യദോഷിയാ ഞാനെന്ന്. അയ്യോ, ഇവിടെ വന്നപ്പോ വിഷ്ണുവേട്ടനെ കാണാനും പറ്റിയില്ല, ആന്റി തരാമെന്ന് പറഞ്ഞ സമ്മാനവും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ തന്നെയാ എല്ലാ കാര്യങ്ങളും. അത് മോളെ, ഏതായാലും എല്ലാ കാര്യങ്ങളും പോലെ അല്ല സത്യഭാമ പറഞ്ഞ വാക്ക്. പറഞ്ഞില്ലേ, നീ എന്റെ മകൻ വിഷ്ണുവിനുള്ളതാണെന്നും നാളെ ഈ തറവാട്ടിൽ എന്റെ സ്ഥാനത്ത് ഇരിക്കേണ്ടവളാണെന്നും സത്യഭാമ തീരുമാനിച്ചതാ. അത് ഉറപ്പിക്കാൻ ഒരു വഴിയുണ്ട്. മോളുവാ, ഒരു കാര്യമുണ്ട്. ശാന്തിജി, അമ്മ ഇതെവിടെ പോയി? കടയിലുണ്ടല്ലോ, ക്യാഷിലിരിപ്പുണ്ട്. ശാന്തിജിക്കറിയോ അമ്മയ്ക്ക് ഈ സാരി പ്രസന്റ് കൊടുത്തത് ആരാണെന്ന്? പേരറിയില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നയാളാ. കൂടെ എപ്പോഴൊരു താടിക്കാരനും ഉണ്ടാവും. എന്താ നിനക്ക്? കർപ്പൂരം ഒഴിയുന്നതിനും തൊട്ട് കണ്ണിൽ വെക്കുന്നതിനും അവളും നീയും എന്നൊക്കെ ഉണ്ടോ? ദൈവത്തിന് മുന്നിൽ നീ അവളും ഒക്കെ ഒരുപോലെയല്ലേ? ദൈവത്തിന്റെ മുന്നിൽ ഞാനും സുസ്മിയും ഒരുപോലെ ആയിരിക്കും. പക്ഷേ സത്യഭാമയുടെ മുന്നിൽ അങ്ങനെ അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോളെ, അതെ, ഞാനാണ് മോൾ. സുസ്മിത നാളെ മാത്രം മരുമകളാകേണ്ടവളും. അമ്മ പറയുന്നത് ഞാൻ കുറച്ചു നേരമായിട്ട് കേൾക്കുകയാണ്. ആദ്യം പറഞ്ഞു അവൾക്ക് എന്നെക്കാൾ ഈ വീട്ടിൽ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ടെന്ന്. രണ്ടാമത് പറഞ്ഞത് നാളെ ഈ വീട്ടിൽ അമ്മയുടെ സ്ഥാനത്തിരിക്കേണ്ടത് സുസ്മിതയാണെന്ന. ഇപ്പതാ അവൾക്ക് വേണ്ടി കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയുന്നു, കുങ്കുമം കൊണ്ട് സുമംഗലിപ്പട്ടം ചാർത്തി കൊടുക്കുന്നു, സ്പെഷ്യലായിട്ട് പൈനാപ്പിൾ കട്ട്ലറ്റ് കൊടുത്ത് അഭിപ്രായം ചോദിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ കാണുമ്പോ എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ, ഞാൻ ആരാ അമ്മ ഈ വീട്ടില്? മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. ഇപ്പൊ 2-3 തവണ പണം അടവും മുടങ്ങി. അതിന്റെ പേരിൽ സത്യഭാമയുടെ മോൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. സാധനങ്ങളൊക്കെ അടിച്ചു തകർത്തു.
അതിന് പരാതി കൊടുക്കാനാ ഞാൻ ശാരദാമ്മയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയത്. അത് എങ്കിൽ പിന്നെ അത് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ വരുമായിരുന്നല്ലോ കൂടെ. അത് പിന്നെ നിന്നെ എന്തിനാ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ബുദ്ധിമുട്ടിക്കണമെന്ന് അമ്മ കരുതി, അത്രേ ഉള്ളൂ. ഇതാണോ കുഞ്ഞു കാര്യം? കൊള്ളാം. ഒരു ഗുണ്ട വരുന്നു, വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു, സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു. കുഞ്ഞു കാര്യം പോലും നന്നായിരിക്കുന്നു. അത് മോളെ, കളക്ടറിന് പഠിക്കണ കുട്ടിയല്ലേ നീ? വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും നിന്റെ തലയില്. അമ്മേ, കളക്ടർ എന്ന് പറഞ്ഞ ആരാന്നറിയോ അമ്മയ്ക്ക്? സമൂഹത്തിൽ നടക്കുന്ന അനീതികളും അക്രമങ്ങളും നോക്കി കൈയും കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരാളല്ല. നീതിയും ന്യായവും നടപ്പാക്കി സമൂഹത്തെ ക്രമസമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാ. അതിന് നീ ഇതുവരെ കളക്ടർ ആയില്ലല്ലോ, അതപ്പോഴല്ലേ. അനീതി കണ്ട കളക്ടർ ആവണമെന്നൊന്നുമില്ല. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയില് എനിക്ക് ഈ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. നീ ഇങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും പറയല്ലേ, എന്റെ തലയിൽ കയറൂല അതൊന്നും. അമ്മയുടെ തലയിൽ കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് അവര് കേസെടുത്തോ സത്യഭാമയുടെ മകനെതിരെ? എവിടുന്ന്? പോലീസ് പരാതി വാങ്ങിയത് പോലുമില്ല. പരാതി വാങ്ങിയില്ലെന്നോ? അതെ, വാങ്ങിയില്ല. അത് ശരി. ഇതിപ്പോ എന്ത് വലിയ ക്രൈം അവര് ചെയ്തെന്നറിയോ നിങ്ങക്ക്? മുഖം നോക്കാതെ നീതി നടപ്പാക്കേണ്ട പോലീസ് പരാതി പോലും വാങ്ങിയില്ലെന്ന്. അത് ഞാനങ്ങ് വിട്ടു ശാലിനി. സത്യഭാമയുടെ മോനൊക്കെ വലിയ ആളല്ലേ, അവരോടൊക്കെ പൊരുതി നമുക്ക് ജയിക്കാനൊക്കുവോ? ഞാനതങ്ങ് കളഞ്ഞു, അത്ര തന്നെ. അങ്ങനെ കളയരുത്. കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. പണം കിട്ടാനുള്ളവന് വേണമെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങളിൽ ഒതുങ്ങി നിന്നുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം. അല്ലാതെ വീട്ടിൽ കയറി ചട്ടിയും കലവും തട്ടിപ്പൊട്ടിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്താന്നൊക്കെ പറഞ്ഞ മോളെ, നീ പറയുന്ന അത്ര മോശക്കാരിയൊന്നും അല്ല സത്യഭാമ. അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഈ സത്യഭാമയെ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു കേട്ടതാ. എന്നാലേ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. രണ്ടും മോശ സന്ദർഭങ്ങളായിരുന്നു. സ്വന്തം മകളെ അവളുടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു അഹങ്കാരം പിടിച്ച സ്ത്രീ അവര്. അത് ശരി, അവരെന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? അവർക്ക് അവരുടെ കാര്യം, നമുക്ക് നമ്മുടെ കാര്യം. തൽക്കാലം എല്ലാരും ഒന്ന് പോയേ. ദേ, ഹോട്ടലിൽ രാജി തനിച്ചേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോവാ. ശാന്ത വാ. ഡീ, നീയും വാ. അവർക്കേ ഒരു മകൻ കൂടിയുള്ള കാര്യം അറിയാലോ, എന്റെ അളിയൻ വിഷ്ണു. അമ്മയാണ് കണ്ട ദൈവം. അമ്മ ചെയ്യുന്നത് മാത്രമാ ശരി. ഇപ്പൊ 2-3 തവണ പണം അടവും മുടങ്ങി. അതിന്റെ പേരിൽ സത്യഭാമയുടെ മോൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി, സാധനങ്ങളൊക്കെ അടിച്ചു തകർത്തു. സത്യഭാമയുടെ മകൻ അല്ലേ? നിർത്തി തരുന്നുണ്ടടാ ഞാൻ നിന്റെ ഗുണ്ടാപ്പിരിവ്. ആഹാ, കുഞ്ഞ് അതിരാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വരികയാണല്ലേ? അതെ, പ്രസാദം. സന്തോഷം. ഇന്ന് തിങ്കൾ, ശിവന്റെ അമ്പലമല്ലേ? കുളിച്ചു തൊഴുന്നതിന് ഉടനെ ഫലം ഉണ്ടാവും. ഫലം ഉണ്ടാകുന്നല്ല, ഉണ്ടായിന്ന് തന്നെ കൂട്ടിക്കോളും. നമസ്കാരം. സത്യമ്മ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. എന്തോ വ്രതം തുടങ്ങാൻ പോവാണല്ലേ? ആ, എല്ലാ മാസവും പതിവുള്ളതാ. പ്രാർത്ഥനകളെല്ലാം സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നിട്ടും ഈ ഉള്ളവളുടെ പ്രാർത്ഥന കേൾക്കാത്തതിൽ സത്യാമ്മയോട് എനിക്ക് വിഷമമുണ്ട്.
അത് പറയാനാ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ. മനസ്സിലായില്ല. രാജേശ്വരി എന്താ ഉദ്ദേശിക്കുന്നത്? പണം, പദവി, ഐശ്വര്യം ഇതൊക്കെയല്ലേ സാധാരണ ദൈവത്തോട് നമ്മൾ ചോദിക്കാറുള്ളത്. പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ പദവിയും ഐശ്വര്യവും ഒക്കെ. പണമില്ലെങ്കിൽ ഇതൊന്നും ഇല്ലാന്ന് ചുരുക്കം. പക്ഷേ കൂടുതൽ പണം വേണോന്നല്ല സത്യമേ എന്റെ പ്രാർത്ഥന. അന്യർ തട്ടിപ്പറിച്ചെടുത്തത് തിരിച്ചു കിട്ടാനാ. എന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണന്റെ ഭൂമി തിരിച്ചു കിട്ടുന്നത് സംബന്ധിച്ച് ഇതുവരെ സത്യാമ്മ ഒരു തീരുമാനം എടുത്തില്ല. എന്ന് പറഞ്ഞാൽ എനിക്കതിൽ ചില സംശയങ്ങളുണ്ട് രാജേശ്വരി. സംശയോ? എന്തിനെ പറ്റി? പല കാര്യങ്ങളെ പറ്റി. ശരി, ആയിക്കോട്ടെ. സത്യാമ്മയുടെ സംശയങ്ങൾ സത്യാമ്മ തന്നെ തീർത്താലേ പറ്റൂ. പക്ഷെ ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് അർഹിക്കപ്പെടേണ്ട നീതിയാ. അത് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഇതിപ്പോ നാള് കുറേയായി ഓരോ തവണയും ഓരോ ഒഴിവ് കഴിവുകളാ. ഞാൻ കേട്ടിരിക്കുന്ന സത്യാമ്മ വെട്ടുന്നു മുറി രണ്ടെന്ന നിലയിൽ നീതി നടപ്പാക്കുന്ന ആളായിരുന്നു. ഈ കേസിൽ മാത്രം എന്താ സത്യാമ്മ ഇങ്ങനെ പെരുമാറുന്നത്? ജീവിതത്തിൽ ആദ്യമായി സ്വന്തം പ്രതിജ്ഞയും കർത്തവ്യവും അടിയറ വെക്കാണോ സത്യാമ്മ? ഒരിക്കലുമല്ല. ഇന്ന് തന്നെ ഇതിനൊരു തീർപ്പുണ്ടാക്കിയിരിക്കും രാജേശ്വരി. പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ ഗോപാലകൃഷ്ണന്റെ സ്ഥലത്തേക്ക്. മറ്റാരുമല്ല, സത്യഭാമ തന്നെ ഇന്നിപ്പോൾ നേരിട്ട് വരികയാണ്. ഒരു മിനിറ്റ്. ഇപ്പോഴാ സത്യഭാമ സത്യാമ്മയായത്. ഞാനെല്ലാം കേട്ടു. ഭാമ എന്തിന്റെ പുറപ്പാടാ? ആ സ്ത്രീയെ പറ്റി വിഷ്ണു മുമ്പ് പറഞ്ഞൊന്നും വിശ്വാസമായില്ല എന്നൊക്കെ. വാങ്ങിച്ച പണം തിരികെ കൊടുത്ത് പറഞ്ഞുവിടവളെ, അതാ നമുക്ക് നല്ലത്. വിഷ്ണു പറഞ്ഞത് വിശ്വാസമാകാഞ്ഞിട്ടല്ല രാഘവേട്ട. പക്ഷേ എല്ലാ വിശ്വാസത്തിനും ഒരടിത്തറയുണ്ടാവണ്ടേ? മുൻപ് രാജേശ്വരി ഈ നടയിൽ വന്ന് വെറുതെ എന്തെങ്കിലും അല്ല വിളിച്ചു പറഞ്ഞത്. സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ പറ്റി അപഖ്യാതി പറയുകയായിരുന്നു അവൾ. ആ ചായക്കടക്കാരിയുടെ മകളുമായി അവൻ അടുപ്പത്തിലാണെന്ന്. പക്ഷേ ആ പറഞ്ഞതെല്ലാം ഭൂമി ചുളിവിൽ സ്വന്തമാക്കാനുള്ള അവരുടെ തന്ത്രമാണെന്ന വിഷ്ണു പറഞ്ഞത്. രണ്ടിലൊരാൾ പറയുന്നത് കള്ളമാണെന്നാ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? കള്ളം പറയുന്നത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി രാജേശ്വരിയാണ് നുണ പറഞ്ഞതെങ്കിൽ അവളുടെ വാ അടച്ചു മൂടണം ഇന്ന് തന്നെ. ഇനി കള്ളം പറഞ്ഞത് വിഷ്ണു ആണെങ്കിൽ നമുക്കിനി അങ്ങനെ ഒരു മകനില്ല. സത്യഭാമയ്ക്ക് നാടിനും വീടിനും ഒരേ നീതിയാ. നെല്ലും പതിരും തിരിച്ചറിയണമെങ്കിൽ ഇനി ഞാനങ്ങോട്ട് നേരിട്ട് ചെന്നേ പറ്റൂ. ബാക്കി ഞാൻ വന്നിട്ട് സംസാരിക്കാം. തൽക്കാലം ഞാൻ പോയിട്ട് വരാം. ഇറങ്ങാം രാജേശ്വരി. ഇന്ന് ഇതിനൊരു തീരുമാനമാവുമല്ലോ അല്ലേ? നീതി എന്തായാലും അത് നടപ്പായിരിക്കും. വരൂ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് കൊടുത്തുന്നോ? എന്ത് കംപ്ലൈന്റ്? ആർക്കെതിരായിട്ട്? ആ സത്യഭാമയുടെ മകനെതിരെ. പോലീസ് അവനെ പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞോളും. എന്റെ ഭഗവാനെ, സത്യഭാമയുടെ മോനെതിരെയോ? നിനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നെടി ഇതൊക്കെ ചെയ്തിട്ട്? ശാന്തേച്ചി പറഞ്ഞില്ലേ പലിശ പണം കൊടുക്കാത്തതിന് സത്യഭാമയുടെ മോൻ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്ന്. അതിന് നാട് നന്നാക്കാൻ നീ ആരാ? മജിസ്ട്രേറ്റോ? ആദ്യം സ്വന്തം വീട് നന്നാക്ക്. അവള് കുറെ കംപ്ലൈന്റ് കൊടുക്കാൻ നടക്കുന്നു. അതെ, വീട് നന്നാക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ചിലര് തടസ്സം നിൽക്കുന്നുണ്ടാ. ഇവിടെ കയറി അതിക്രമം കാട്ടിയവരെയും അത് കാട്ടാൻ പണം കൊടുത്തവരെയും
ഞാൻ കോടതി വരാന്ത നിരങ്ങിച്ചേനെ. അപ്പൊ ചിലർക്ക് പേടി, മക്കളുടെ ഭാവി ഓർത്ത്. അതാ ഞാൻ ഇപ്പോഴും എന്നെ തന്നെ ഇങ്ങനെ കെട്ടിപ്പൊട്ടിയിട്ടിരിക്കുന്നത്. അത് ശാലിനി ഈയിടെയായിട്ട് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പണം ഏതാണ്ട് തിരിച്ചടച്ച് തീരാറുമായി. ഞാൻ പറഞ്ഞത് കുറെ മുമ്പുള്ള സംഭവമാ. ഇന്ന് ശാന്തേച്ചിയുടെ വീട്ടിലെങ്കിൽ നാളെ വേറൊരു വീട്ടിൽ അവനിത് ആവർത്തിക്കും. അതുകൊണ്ട് ഈ പരാതി ഞാൻ നാടിനു വേണ്ടി കൂടി ചെയ്തതാ. നമ്മുടെ മനസ്സിലെ ഭയത്തിനെയും അറിവില്ലായ്മയോ കൊള്ളപ്പലിശക്കാർ ആയുധമാക്കുന്നത്. പരിധിയിൽ കവിഞ്ഞ പലിശയ്ക്ക് പണം കൊടുക്കാൻ ഈ നാട്ടിൽ ആർക്കും അവകാശമില്ല. സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും രജിസ്ട്രേഷനും അക്കൗണ്ടിങ്ങും ഒക്കെ ഇപ്പൊ നിർബന്ധം. മാത്രമല്ല, പണം പിരിച്ചെടുക്കാൻ ബലപ്രയോഗത്തിനോ ഭീഷണിക്കോ ആർക്കും അധികാരമില്ല, പോലീസിന് പോലും. കൂടിപ്പോയ ഒരു സിവിൽ കേസ് കൊടുക്കാം, അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ വകുപ്പ് നിയമമൊക്കെ പറഞ്ഞോണ്ടിരുന്നോ? എടി, സത്യഭാമയുടെ മോനെതിരെയല്ലേ നീ ഇപ്പൊ പരാതി കൊടുത്തത്? സത്യഭാമയുടെ മോള് നിന്റെ ആരാന്നറിയാമോ? നിന്റെ അർജുനേട്ടന്റെ ഭാര്യ. പരാതി കൊടുത്തപ്പോ നീ അതുപോലും മറന്നു. അതിലൊന്നും കാര്യമില്ല അമ്മേ. അനീതി അക്രമം ആര് കാട്ടിയാലും അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിയിരിക്കണം. അതിപ്പോ എന്റെ അമ്മയാണെങ്കിൽ പോലും അതങ്ങനെ തന്നെയാ. ഇതിങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിൽ തലയിട്ടില്ലായിരുന്നു ശാരദാമ്മ. ഇവളിനി എന്തൊക്കെ കുഴപ്പങ്ങളാണാവോ ഈ മുറ്റത്തേക്ക് വിളിച്ചു വരുത്താൻ പോകുന്നത്? രാജേശ്വരി തൽക്കാലം ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതി. അല്ലെങ്കിലും അവൾക്ക് എന്നെ കാണുന്നതേ ചതുർത്ഥിയാ. സത്യാമ്മ ചെല്ല്. കുട്ടിയുടെ അമ്മയില്ലേ? ഉണ്ടല്ലോ. വിളിക്ക്. അമ്മേ, ആരാ? മനസ്സിലായില്ല. പറയാം, ആദ്യം അമ്മ വരട്ടെ. അല്ല, അതാണോ നിങ്ങളുടെ ഹോട്ടൽ? അതെ. ശാരദാമ്മയോ? ഞാനും 3 പെൺമക്കളും. അവരൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴേ ഭർത്താവ് ഞങ്ങളെ വിട്ടു പോയതാ. വീടും കടയിരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. ഇപ്പൊ ഞാനും പ്രായം തികഞ്ഞ 3 പെൺമക്കളും അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന ആവശ്യം. ശാരദാമ്മ. എന്താ അമ്മേ? ആരാ ഇത്? മോളെ, ഇതാണ് സത്യഭാമ. ഈശ്വര, മകനെതിരെ പരാതി കൊടുത്തത് ചോദിക്കാവുന്നതായിരിക്കും. ഇവനാണല്ലേ എല്ലാത്തിനും പിന്നിൽ. അർജുനേട്ടൻ വന്നേ, പറയാം. വാ. ശാലിനി എല്ലാം അറിഞ്ഞല്ലോ അമ്മേ. എനിക്കറിയില്ല മോളെ, ഇനി എന്തൊക്കെ പുകിലുകളാ ഉണ്ടാവാൻ പോകുന്നതെന്ന്.
താൻ പറഞ്ഞ സംഭവങ്ങളിൽ ഒരു പൊരുത്തക്കേടുണ്ട് ശാലിനി. ശാരദാമ്മയുടെ കയ്യിലെ കവറിൽ 10 ലക്ഷം രൂപയുണ്ടെന്ന് ബൈക്കിൽ വന്ന കള്ളൻ എങ്ങനെ കൃത്യമായി അറിഞ്ഞു? അതാ എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത പൊരുത്തക്കേട്. അത് എളുപ്പം അറിയാം അർജുനേട്ടാ. ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ ബാലചന്ദ്രൻ, രണ്ടുപേരിൽ ഒരാളാണ് ആ കള്ളനെങ്കിലോ, അല്ലെങ്കിൽ അവർ തന്നെ ഏർപ്പാട് ചെയ്ത ഒരു മൂന്നാമൻ. അതൊരു പോസിബിലിറ്റിയാണ്. ദാറ്റ്സ് ടു ക്ലവർ. വെറും ക്ലവർ അല്ല, കുരുട്ട് ബുദ്ധി. അവരത് ചെയ്യും. പണം തന്നവര് തന്നെ അത് അപഹരിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഒരു ചില്ലി പൈസ നഷ്ടമാവുകയില്ല. നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് കടക്കാരാവുകയും ചെയ്തു. ചുളുവിൽ ഈ വീടും കടയും സ്വന്തമാക്കാനുള്ള ഗൂഢ പദ്ധതിയായിരുന്നു ഗോപാലകൃഷ്ണന്റേത്. ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല അർജുനേട്ടാ. നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കുമ്പോഴും അവര് പിന്നീന്ന് കരുനീക്കം നടത്തുക. ശരി, ഞാൻ എന്ത് വേണമെന്ന് ശാലിനി പറയുന്നത്? നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ വെറും നോട്ടീസിൽ ഒതുങ്ങിയാ പോരാ. പ്രതിക്കൂട്ടി കയറി നിൽക്കുക തന്നെ വേണം ആ ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. ജയിലിൽ പോണം രണ്ടാളും. എന്തിനുള്ള ഒരുക്കുവാ എന്റെ മോളിവിടെ? അമ്മയ്ക്ക് മലയാളം മനസ്സിലാവില്ലേ? ഗോപാലകൃഷ്ണനും കുടുംബത്തിനുമെതിരെ നമ്മൾ കേസ് കൊടുക്കാൻ പോകുന്നു, ജയിലിലടയ്ക്കാൻ. അതിനുള്ള ഗ്രൗണ്ട്സ് ഉണ്ട് ശാരദാമ്മേ. ഭീഷണി, ബലപ്രയോഗം, കുടിയൊഴിപ്പിക്കാൻ നോക്കൽ, ഗുണ്ടായസം, അങ്ങനെ വകുപ്പുകൾ നിരവധിയുണ്ട്. പിന്നെ ഈ കേസിന്റെ പേരിൽ നിങ്ങളുടെ സ്ഥലത്തിനോ കെട്ടിടങ്ങൾക്കോ എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുമെന്നുള്ള ഭയം അത് വേണ്ട. ലീഗലി ശാരദാമ്മയെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഗോപാലകൃഷ്ണൻ. അങ്ങനെയുള്ളപ്പോ മറ്റൊരു മാരേജ് അത് അസാധുവാണ്. അഡൾട്ടറി ആരോപിച്ച് ശാരദാമ്മയ്ക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് കേസ് കൂടി ഫയൽ ചെയ്യാം. അപ്പോ ഒരു കനത്ത തുക ജീവനാംശമായ ശാരദാമ്മയ്ക്ക് തരേണ്ടി വരും അയാൾ. മാത്രമല്ല, ഈ ഭൂമിയെ പ്രതി എന്തിനാണ് ഇത്ര പേടി? വിവാഹ സമയത്ത് ശാരദാമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഓഹരിയായി കിട്ടിയതല്ലേ ഈ ഭൂമി? അത് സ്ത്രീധനമായി കൊടുത്തുന്നല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഗോപാലകൃഷ്ണന് കോടതി വരാന്തേന്ന് ഇറങ്ങാൻ ഇനി സമയം ഉണ്ടാവില്ലാന്ന്. ഒന്നും വേണ്ട, ഒരു കേസും വേണ്ടേ? എന്തുകൊണ്ട്? ഇത്രയൊക്കെ സംഭവിച്ച ശേഷം എന്തുകൊണ്ട് കേസ് വേണ്ട? അർജുനേട്ടാ, ഈ കേസിൽ എനിക്കിനി ആരുടെയും സമ്മതം ആവശ്യമില്ല. നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യുന്നു. അയാൾ അഴിയെണ്ണണം ഉടനെ തന്നെ. നിന്റെ അമ്മയെ ജീവനോടെ കാണണ്ടെന്നാണോ നിന്റെ തീരുമാനം? അമ്മ, ഈ കേസുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ ശാരദ പിന്നെ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. ശാലിനി, എന്താ ഇതൊക്കെ? ഇവിടെ ഇങ്ങനെയൊക്കെ അർജുനേട്ടാ. കേസിന് പോയാ അച്ഛൻ പെൺമക്കളുടെ കല്യാണം മുടക്കും അത്രേ, അതും ഇന്നത്തെ കാലത്ത്. ഇത്രയും കാലം ഞാൻ ഇതൊക്കെ കേട്ടു നിന്നു. ഇനി എന്നെ കൊണ്ടിത് വയ്യ. അർജുനേട്ടൻ പേപ്പേഴ്സ് റെഡിയാക്കി വെച്ചോ. നമ്മൾ ഈ കേസ് പ്രൊസീഡ് ചെയ്യുന്നു. ഇതുപോലത്തെ സെന്റിമെന്റ്സ് കൊണ്ടാ അമ്മ ഇന്നും എന്നെ അടിയറവ് പറയിച്ചത്. ഇനി അതിന് ഞാൻ വഴങ്ങില്ല. സമരവും പ്രതിഷേധവും ഒക്കെ എനിക്കും അറിയാം. ശാരദാമ്മയുടെ മകളാ ഞാനും. ഞാൻ ആകെ ചൂട് പിടിച്ചിരിക്കുക ഇവിടെ. അങ്ങനെയാണെങ്കിൽ തണുത്തൊരു ലൈം ജ്യൂസ് എടുക്കട്ടെ, അല്ലെങ്കിൽ കരിമ്പിൻ ജ്യൂസ് ആയാലോ? തണ്ണിമത്തൻ തല തണുക്കാൻ ബെസ്റ്റാ. ദേ, മുൻ ഭാര്യയുടെ വിജയം നിങ്ങൾ അത്രയ്ക്ക് അങ്ങ് ആഘോഷിക്കണ്ട. രാജേശ്വരി ഇതുകൊണ്ടൊന്നും തോറ്റു പോകുന്നു വിചാരിക്കണ്ട നിങ്ങൾ. ആഘോഷിക്കും രാജേശ്വരി, ആഘോഷിക്കും ഞാൻ. മുൻ ഭാര്യയുടെ വിജയമല്ല, നിന്റെ തോൽവി. അതു പക്ഷെ നീ തോൽക്കണമെന്ന് ഈ ഗോപാലകൃഷ്ണൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല. നിന്റെ ജയമെന്നും എന്റെയും ജയം തന്നെയാ. പക്ഷേ നീ എന്നെ അങ്ങനെയല്ല കണ്ടിരുന്നത്. ഞാനിതിലെന്തോ കള്ളക്കളി കളിക്കുന്നുണ്ടെന്ന് നിനക്ക് സംശയം ഉണ്ടായിരുന്നു. അവളോട്, ആ ശാരദയോട് എനിക്കെന്തോ സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന്. അതുകൊണ്ടാ നീ നേരിട്ട് പടവട്ടാൻ കളത്തിലിറങ്ങിയത്. എന്നിട്ട് എന്തായി? ഗോവിന്ദ ഗോവിന്ദ എന്ന് തന്നെയല്ലേ എപ്പോഴും കാര്യങ്ങള്. അതെ, കരക്കിരുന്ന് കാണാനും കമാൻഡ് ചെയ്യാനും എളുപ്പമാ എല്ലാവർക്കും. വള്ളം തുഴയുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ. അതുകൊണ്ട് നിന്റെ ഈ തോൽവി
നല്ലതാണെന്നേ ഞാൻ പറയും. രാജേശ്വരി തോറ്റെന്ന് ആര് പറഞ്ഞു? കാശെണ്ണി കൊടുത്തതാണെങ്കിലേ സത്യഭാമയെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കും. അത് തീർച്ചയാ. ഒരു തീർച്ചയും ഇല്ല. സത്യഭാമ ആരെന്നാ രാജേശ്വരി നീ കരുതിയിരിക്കുന്നത്? കാശ് കൊടുത്ത കാലെടുത്തോണ്ട് വരുന്ന കൊട്ടേഷൻകാരിയൊന്നുമല്ല അവര്. നീതിക്ക് വേണ്ടി അവര് നിൽക്കൂ. അതുകൊണ്ടാ കള്ളം പറഞ്ഞ് ഞാൻ അവരെ കളത്തിലിറക്കിയത്. കുറച്ചു ഗുണ്ടാ പെണ്ണുങ്ങൾ നമ്മുടെ സ്ഥലം കയ്യേറിയെന്ന അന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നത്. പക്ഷേ നീ അവരെയും കൊണ്ട് അവിടെ ചെന്നപ്പോഴേ സംഗതി പോയി. ഇതൊക്കെ നോക്കിയും കണ്ടും വേണമായിരുന്നു ചെയ്യാൻ. ഇതാ പറയുന്നത് പെൺബുദ്ധി പിൻബുദ്ധിന്ന്. ചുരുക്കി പറഞ്ഞ സത്യഭാമ എന്നുള്ള ആയുധം നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നർത്ഥം. അത് കുഴപ്പമില്ലല്ലയാ. ഒരു ശൂർപ്പണക പോയാൽ മറ്റൊരു രാവണനെ രംഗത്തിറക്കും. അത്ര തന്നെ. ചേച്ചി വിഷമിക്കണ്ട. അല്ലെങ്കിൽ അളിയണി ആട്ടം പണ്ടേ ഉള്ളതാ. ചിലപ്പോ നമ്മുടെ കൂടെ, ചിലപ്പോ അവരുടെ കൂടെ. അതാ സ്വഭാവം. പക്ഷെ ഞാനങ്ങനെയല്ല. ചേച്ചി ഒരു യുദ്ധം പ്രഖ്യാപിച്ച സേനാനായകൻ ഞാനായിരിക്കും. ഇവിടെ കുടുംബശ്രീക്കാരെ തോപ്പിക്കാൻ ഞാനൊരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. ചേച്ചിക്ക് മാത്രമായിട്ട്. എന്ത് പ്ലാൻ? അത് അളെ അറിയണ്ട. ഇതേ ചേച്ചിയുടെ അനിയന്റെ മാസ്റ്റർ പ്ലാനാ. കുടുംബശ്രീ കുളം തോണ്ടി. ചേച്ചി വാ. ഓ വേണ്ട. ജയ്, പ്രീതിക്കാണോ ചായ? അതെ. ആ, അവൾക്ക് ഞാൻ കൊടുത്തോളാം. ഇങ്ങതാ, നീ പൊയ്ക്കോ. ശരി. മോളെ പ്രീതി, പ്രീതി. മോളെ പ്രീതി, പ്രീതി, പ്രീതി. ശാലിനി, അവളെവിടെ? അമ്പലത്തിൽ പൂജിച്ച പ്രസാദ. പേനയും പൂജിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് വേണം പരീക്ഷ എഴുതാൻ. ഉറപ്പായിട്ടും ജയിക്കും, വിശ്വസിക്കാം. ശാലിനി, ദൈവത്തിന്റെ അടുത്താണോ നിന്റെ നിഷേധം? ഏത് ദേവാ ചേച്ചി? എന്റെ ഏറ്റവും വലിയ ദൈവമായി ഞാൻ ചിലരെ കണ്ടിരുന്നു. ആ ദൈവ എന്നോട് പലതും ഒളിപ്പിച്ച് കളിക്കുന്നത്. ഇനി അത് വേണ്ട. തൽക്കാലം ഗോപാലകൃഷ്ണന്റെയും രാജേശ്വരിയുടെയും പേരില് അമ്പലത്തിലൊരു ശത്രു സംഹാര പൂജ ചെയ്തിട്ട് വരാൻ പറയും. അപ്പൊ ഞാൻ സ്വീകരിക്കാം പ്രസാദം. ഇപ്പോ എനിക്കതിൽ താല്പര്യമില്ല. ശാലിനി, ശാലിനി. സാരമില്ല മോളെ,
അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേന നോക്കി പൂജിച്ചതാ. അവൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ദേവി തന്നെ തീരുമാനിക്കട്ടെ. അതെ, ഇപ്പൊ ഒന്നും മനസ്സിലാക്കണ്ട. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിഞ്ഞാ മതി. പൂരോ? അതെ, ചെറുപൂരം പോലെ ഇപ്പൊ ഇവിടെ ഒരാൾ വരും. ഈ നാട്ടിലെ വലിയൊരു മുതലാളിയാ. പക്ഷെ വിനയത്തോടെ പെരുമാറും. നോക്കും നടപ്പും ഇരിപ്പും കിടപ്പും കുടിയും കടിയും എല്ലാം വേറും സാധാരണക്കാരനായിട്ടാ. പിന്നെ സംസാരിക്കുമ്പോ ചെറുതായിട്ടൊന്നും ആ കുഴയുന്നേ ഉള്ളൂ. നടക്കുമ്പോ കാലും. പരിചയപ്പെടേണ്ട മനുഷ്യനാ. ദേ ആളെത്തിയല്ലോ. ചേച്ചി, ദേ കോശായി വന്നു. ഇനി കാര്യം പറ, എന്താണ് വിഷയം? കുടുംബശ്രീ ഹോട്ടലിന് മുമ്പില് കോശിക്ക് കുറച്ച് ഭൂമിയില്ലേ? അതെ, 5 സെന്റ് 28 ലിങ്സ്. അത് തന്നെ. ബാലേന്ദ്രൻ സംസാരിച്ചില്ലേ കാര്യങ്ങള്? സംസാരിച്ചു. പക്ഷേ എനിക്കിപ്പോ ഭൂമി വിൽക്കാൻ താല്പര്യമില്ല. അയ്യോ, അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അതിനിടയിൽ വേറൊരു ഭൂമി കച്ചവടം നടന്നു. അതിന് കിട്ടിയ 25 ലക്ഷം കയ്യിലിരിക്കുക. അതിന്റെ കൂടെ ഇതും കൂടെ ആയാലേ അത് മൊത്തം ഞാൻ തന്നെ കുടിച്ചു തീർക്കണ്ടേ. എന്റെ ഈ ശരീരം താങ്ങാത്ത കേസാവില്ലേ അത്? ഏയ്, അങ്ങനെ പറയരുത്. ബാലചന്ദ്രൻ പറഞ്ഞത്. ബാലേന്ദ്രൻ പലതും പറയും. കുടിക്കാനുള്ളത് ഞാനല്ലേ. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒറ്റ വില 50 ലക്ഷം. നല്ല അച്ചാർ, ഇത് ഞാൻ എടുക്കും. സെന്റിന് 10 ലക്ഷം വെച്ചോ? അതോ ആ ഓണം കേറ മൂലയില്? പറഞ്ഞില്ലേ എനിക്ക് ഭൂമി വിൽക്കാൻ താല്പര്യമില്ലാന്ന്. ഗ്ലാസും കൊള്ളാം, എനിക്ക് ഇതും വേണം. വില നമുക്ക് പിന്നീട് ഉറപ്പിക്കാം. ആ ഭൂമി കോശായ മറ്റാർക്കും കൊടുക്കില്ലെന്ന് വാക്ക് തരണം. അത് ഞാൻ ഏറ്റു. മധ്യദേവതയാണ് വാക്ക്. എന്താ അമ്മ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? വാ, കടയ്ക്കകത്ത് വന്നിരിക്കേ, അല്ലെങ്കിൽ ബെഡ്റൂമിൽ ചെന്നിരിക്കേ. നീ പൊക്കോ, അവള് പരീക്ഷയ്ക്ക് ഇറങ്ങിയിട്ട് വന്നോളാം ഞാൻ. അത് വിടമ്മേ, നമുക്കറിയാവുന്നതല്ലേ ശാലിനിയെ. പെട്ടെന്ന് പിണങ്ങും, അതേപോലെ തന്നെ ഇണങ്ങുകയും ചെയ്യും. അത്രേ ഉള്ളൂ. നിനക്കറിയാലോ, ഒരു രാത്രി കൂടുതൽ പിണങ്ങിയിരുന്നിട്ടില്ല അവൾ എന്നോട്. എത്ര പിണങ്ങിക്കിടന്നാലും ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ പിന്നെ അമ്മയെന്ന് വിളിച്ചോണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ഇതിപ്പോ നേരത്തോട് നേരമായിട്ടും അതും പട്ടിണിയും കിടന്ന്. അതിപ്പോ മരിച്ചുള്ളെന്നൊക്കെ അമ്മ ഇന്നലെ അവളോട് പറഞ്ഞില്ലേ? അതിന്റെ പിണക്കം കൂടി ഉണ്ടാവും അവൾക്ക്. അമ്മ അങ്ങനെ പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്കും കുറച്ച് സങ്കടം വന്നതാ. അത് പിന്നെ മോളെ അപ്പോഴത്തെ ഒരു ഇതിന് ആണല്ലോ. എങ്കിൽ ശാലിനിയും ഇപ്പോഴത്തേക്ക് ഒരു ദേഷ്യം കാണിക്കുന്നതാന്ന് കരുതിയാ മതി. അവള് പറഞ്ഞില്ലേ അവൾക്കും സമരവും സത്യാഗ്രഹവും ഒക്കെ ചെയ്യാൻ അറിയാമെന്ന്. അതല്ലടി, ഇന്നലത്തെ സംഭവത്തിന് ശേഷം അവൾ ഇവിടുന്ന് ജലപാനം ചെയ്തിട്ടില്ല ഇതുവരെ. വയറ് കാഞ്ഞ എന്റെ കുഞ്ഞു പരീക്ഷയ്ക്ക് പോയ. മോളൊരു കാര്യം ചെയ്, ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് അവക്ക് കൊടുക്ക. ഞാനുണ്ടാക്കിയല്ലേ അവള് കഴിക്കാതെ ഉള്ളൂ. അവിടെ നിന്നാവുമ്പോ. നല്ല കാര്യായി. പ്രസാദം കൊണ്ട് ചെന്നപ്പോ എന്താ ചെയ്തതെന്ന് അമ്മ കണ്ടതാണല്ലോ. അവൾക്ക് എപ്പോ വേണേലും ഹോട്ടലിൽ നിന്ന് എന്തോ എടുത്ത് കഴിക്കാലോ. അവളുടെ കൂടെ ഹോട്ടലല്ലേ അത്. നോക്ക്, അമ്മ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. എങ്ങനെ പരീക്ഷ എഴുതിയാലും അവള് ജയിക്കുന്ന ഉറപ്പാ. പഠിക്കാൻ മിടുക്കിയല്ലേ നമ്മുടെ ശാലിനി.
അതുകൊണ്ട് അമ്മ അത് തന്നെ ഓർത്തോണ്ട് നിൽക്കാതെ വന്നേ. ഹോട്ടലിൽ കയറി ആൾക്കാരും ഒക്കെ ആയിട്ട് ഇടപഴകുമ്പോ ഈ മനസ്സൊന്ന് ഫ്രഷ് ആകും. ഹോട്ടലിൽ ആളില്ല അവിടെ, വാ. ഞാൻ വരാം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ദേ രാജേഷ് സാർ വന്നിട്ടുണ്ട്, ഊണെടുത്ത് കൊടുക്ക്. രായി ചേച്ചി, അവിടെ ഒരു ഊണ് കൊടുക്കണം. സുഖമായിട്ടിരിക്കുന്നോ ശ്യാമേ? എല്ലാവരും സുഖം സർ. സാറിനോ? കുഴപ്പമില്ല. ശ്യാമേ, നീ അവിടെ ജോലി ശ്രദ്ധിക്ക്, പണത്തിന്റെ ഇടപാടാ. ഇവർക്കിടയിൽ ഇതെന്താ പറ്റിയത്? മഴക്കാർ ഇനി മാറിയില്ലല്ലോ. ഒന്ന് കോംപ്രമൈസ് ആവാൻ എന്താ വഴി? മതി മതി. ശരി. സാറിനെന്താ ഒഴിക്കാൻ? സാറേ, ഒഴിക്കാൻ എന്താ വേണ്ടേ? സാമ്പാർ മതി. വല്യേച്ചി, ക്യാഷ് ഒന്ന് നോക്കണേ, ഞാൻ വീട് വരെ ഒന്ന് പോവാ. ദാ വരുന്നു. പെട്ടെന്ന് വരണേ, ഇവിടെ വേറെ ഒരുപാട് പണിയുള്ളതാ. ആരാ ഇത്? മനസ്സിലായില്ലല്ലോ. ഗസ്റ്റുകൾ വരുന്ന കാര്യം അമ്മ പറഞ്ഞതുമില്ല. ചാർജ് കയറിയോ ആവോ? വരൂ വരൂ, ഇരുന്നാട്ടെ. ഇരിക്കും.